2026 തുടക്കത്തിൽ തന്നെ നമ്മുടെ പ്രഭാസ് ഒരു അമിട്ട് പടം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, രാജാ സാബ്. ഈ പടം തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയവർക്ക് വൻ അപരാധ അഭിപ്രായങ്ങളാണ് പറയുന്നത്. പോരാത്തിന് 1.5 റേറ്റിംഗും ഉണ്ട്. അപ്പോൾ പടം തുടങ്ങുന്നത് നമ്മുടെ നല്ലവനായ ഹീറോയെ കാണിച്ചുകൊണ്ടാണ്. അതായത് ഹീറോയ്ക്ക് പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്നവരെ ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ നമ്മുടെ ഹീറോ ഒരു ഡയലോഗ് അടിക്കും, പൂക്കളെയും പെൺകളെയും കഷ്ടപ്പെടുത്തവേ കൂടാതെ ലേഡീസ് ദേവദൈസ്. അങ്ങനെ പെണ്ണുകളെ ഇംപ്രസ് ചെയ്യാൻ ഇമാതിരി ഡയലോഗ് അടിച്ച് തെണ്ടിത്തിരിഞ്ഞ് നടക്കലാണ് നമ്മുടെ ഹീറോയുടെ മെയിൻ പരിപാടി. ഹീറോയ്ക്ക് ഒരു വയസ്സായ അമ്മമ്മയുണ്ട്. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്താൽ അത് അപ്പം തന്നെ മറന്നു പോകും. ഈ അമ്മമ്മയുടെ ഭർത്താവ് പണ്ടപ്പോഴേ ഇവരെ വിട്ടിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി വേറെ എവിടെയോ പോയി. അങ്ങനെ സ്വന്തം ഭർത്താവിനെയും തേടിക്കൊണ്ട് ഈ വയസ്സാം കാലത്ത് അലഞ്ഞു നടപ്പലാണ്. അത് വേറെ ആരുമല്ല, അത് സഞ്ജയ് ദത്താണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൻ വേറൊരു സ്ഥലത്തുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുന്നത്. ഹീറോയ്ക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് ആ നാട്ടിലേക്ക് ബസ് കയറും. അങ്ങനെ ആ നാട്ടിലെത്തിയ ആട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചൊരു പെണ്ണിനെ കാണും. നമ്മുടെ ഹീറോ ഒരു വായ്നോട്ടക്കാരനായിട്ട് ആ പെണ്ണിനെ കണ്ട അപ്പം തന്നെ ക്രഷ് അടിക്കും. എന്നിട്ട് അപ്പൂവിനെ കണ്ടുപിടിക്കാനുള്ള കാര്യം മറന്ന് നേരെ ആ പെണ്ണിന്റെ പിറകെ നടന്ന് വേറൊരു പള്ളിയിലെത്തും. എന്നിട്ട് അപ്പൂവിനെ കണ്ടുപിടിക്കാനുള്ള ആ പൈസ 3 ലക്ഷം ആ പള്ളിക്കാർക്ക് അങ്ങ് ചുമ്മാ കൊടുക്കും. എന്തോന്നാ 3 ലക്ഷം പോണ തിരുമ്പ വരുമാ. ആ 3 ലക്ഷം കൊടുത്തു തറഞ്ഞ് ഇവൾക്കും ഹീറോ എടുത്ത് ക്രഷ് അടിക്കും. ഓഹ് വാട്ട് എ ലവ് സ്റ്റോറി. പിന്നെ കുറച്ച് സമയത്തേക്ക് ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. ആക്ട് ചെയ്ത് വെറുപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് ഡാൻസ് ചെയ്ത് വരെ നമ്മളെ വെറുപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ അപ്പൂവിന് ഒരു വൻ ഫ്രോഡ് എന്ന കാര്യം ഹീറോ അറിയുന്നത്. അങ്ങനെ ഒരാൾ നമ്മുടെ വെറുപ്പിക്കാൻ ഉണ്ടായിരുന്നിട്ട് വീണ്ടും ക്രിഞ്ച് കാണിച്ച് വെറുപ്പിക്കാൻ വേണ്ടി മാളവികയും കൊണ്ടുവരും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും ഇവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. സോ അതുകൊണ്ട് കുറച്ച് വേട്ടോളിയന്മാർ ചെയ്യുന്ന ആ പെട്ടി എടുത്തോണ്ട് പോകും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവന്മാരെ എല്ലാം അടിച്ച് മാസ് കാണിച്ച് ഇവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കും. അതും അടിയെന്ന് വെച്ചാൽ ഗ്രാവിറ്റി വരെ മാറി നിന്ന് സല്യൂട്ട് അടിക്കും. അത്രയ്ക്ക് അവരത് ഫൈറ്റ് ആണ്. പോരാത്തിന് നമ്മുടെ ഹീറോയുടെ വക ഒരു ഏറി കൂടെ ഒരു സൂപ്പർ ജമ്പും കൂടെ ഉണ്ട്. അങ്ങനെ വീണ്ടും ഒരു അരമണിക്കൂർ ഇവരെ രണ്ടുപേരും ചേർന്ന് ക്രിഞ്ച് കാണിച്ച് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കള്ളക്കളവി നമ്മുടെ ഹീറോയും തേടി ഈ നാട്ടിലേക്ക് എത്തും. അപ്പോഴേക്കും കുറെ പേർ ചേർന്ന് അവരെ ഉപദ്രവിക്കും. അപ്പോഴേക്കും മാളവിക വന്ന് അവിടെ ഒരു അപരാധ ഫൈറ്റ് കാണിച്ച് നമ്മളെ അങ്ങ് വെറുപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ മ്യാരക വില്ലന്റെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. ഫ്ലാഷ് ബാക്ക് എന്നൊന്നും പറഞ്ഞാൽ ഇമാതിരി ഒരു അപരാധ ഫ്ലാഷ് ബാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് ഇവളെ കൈ അറിയാതെ തൊട്ടതിന് എല്ലാവരും ചേർന്ന് ഇവനങ്ങ് അടിച്ചു ചന്തി വരെ പൊട്ടിക്കും. അതിന്റെ റിവഞ്ചിന് ഏതൊരു കാട്ടുവാസിയെ കാണാൻ പോകും. സോറി സ്കെലിറ്റൻ വാസിയെ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് അഴിക്ക മന്ത്രങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വന്ന് അവളെ മഴയ്ക്ക് കല്യാണം കഴിച്ച് അവളെ സ്വത്തും അടിച്ചു മാറ്റിക്കൊണ്ട് നാട് വിടും. ദാറ്റ് ഈസ് ദ എക്സാക്ട്ലി കൊണച്ച ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അങ്ങനെ ഇതറിഞ്ഞ് നമ്മുടെ ഹീറോ ഏതൊരു കാട്ടിലെ ബംഗ്ലാവിലേക്ക് എത്തും. അത് നമ്മുടെ വില്ലന്റെ ഗോസ്റ്റ് ഉള്ള ഒരു ബംഗ്ലാവാണ്. അങ്ങനെ അവിടുത്തെ ഒരു ദാരിദ്ര്യം പിടിച്ച പ്രേതമാണ് സഞ്ജയ് ദത്ത്. ആ ദാരിദ്ര്യം പിടിച്ച പ്രേതത്തെ നേരിട്ട് കണ്ടിട്ട് നമ്മുടെ ഹീറോ ചില്ലായിട്ട് നടക്കും. ரோடு வைடனிங்ல செடி புடுங்கறத பார்த்துட்டு இருக்கேன். 10 லட்சம் போனாலும் அந்த டெண்டர் நம்மள்தான். அந்த கெத்து தான் எனக்கு வேணும். പക്ഷേ ആ ബംഗ്ലാവ് വിട്ട് നമ്മുടെ ഹീറോയ്ക്ക് വെളിയിറങ്ങാൻ പറ്റില്ല. പിന്നെ വീണ്ടും ഒരു അരമണിക്കൂർ ഇവരെല്ലാവരുടെയും കുറച്ച് ക്രിഞ്ച് പണ്ണലുകളുണ്ട്. ഇതൊന്നും പോരാത്തതിന് റൊമാൻസ് വരെ ഉണ്ട്. അങ്ങനെ വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി പിടിച്ചൊക്കെ ആളെത്തും അവിടെ. അങ്ങനെ ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടി വേറൊരു മൊണ്ണ വരും. അവന്റെ ഗതിയും അതോ ഗതിയാവും. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു പെണ്ണ് വരും. അപ്പോഴാണ് കുറച്ച് കരിയൊക്കെ തേച്ച് കരിവാട് കണക്കിലിരിക്കുന്ന കുറച്ച് മൊണ്ണകൾ ബംഗ്ലാവിന്റെ അകത്ത് കയറി വന്ന് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഒരു വെറൈറ്റിയിൽ കിളവന്റെ ഗെറ്റപ്പിൽ വന്ന് മാസ് കാണിച്ച് തല തിരിഞ്ഞു വരെ നിന്ന് മാസ് കാണിക്കും. ഇതെന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത്? ആ ഡയറക്ടറിന് പോലും ഇത് അറിയത്തില്ലല്ലോ എന്താണ് കാണിക്കുന്നത്. ബൈ ദ ബൈ മെയിൻ മാറ്റർ എന്തെന്ന് വെച്ചാൽ ഈ ഗോസ്റ്റിന്റെ പൈസയും സ്വത്തും ഗോൾഡും ഒന്നും ആരും തൊടാൻ പാടില്ല. ബൈ ദ ബൈ ചത്തവന് എന്തിനാടാ ഇത്രയും പൈസ? ആ പൈസ കൊണ്ട് എന്ത് തേങ്ങയാടാ ചെയ്യാൻ പോണത്? അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോ ഒരു വലിയ മുതലയുടെ ഒക്കെ കൂടെ കിടന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യും. ആ മുതലക്കെങ്കിലും കുറച്ച് ബഹുമാനം കൊടുക്കടേ. അങ്ങനെ ക്ലൈമാക്സിൽ നമ്മുടെ ഈ ഗോസ്റ്റ് ഒരു വലിയ ജീവിയായിട്ട് മാറും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയ്ക്ക് എവിടെന്നോ കുറച്ച് കൂടിയനും ശക്തി വന്ന് ഒരൊറ്റയടിയിൽ തന്നെ അതിനെ അങ്ങ് പടമാക്കും. അതോടെ പടം തീർന്നു.